നമസ്കാരം. തെന്നിന്ത്യൻ താരറാണിയാണ് നയൻതാര. നയൻതാര വാടക ഗർഭധാരണത്തിലൂടെ ഇരട്ട കുഞ്ഞുങ്ങളെ സ്വീകരിച്ചപ്പോൾ ഇത് വലിയ തോതിൽ വാർത്തയായിരുന്നു. വാടക ഗർഭധാരണം വഴി കുഞ്ഞിനെ സ്വീകരിച്ച താരങ്ങൾ തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് കുറവാണെന്നാണ് ഇതിന് കാരണം. ഇതുമായി ബന്ധപ്പെട്ട് നയൻസിനെതിരെ പ്രസ്താവനയുമായി മുന്നോട്ട് വന്നയാൾ നടി കസ്തൂരിയാണ്. ഇപ്പോഴിതാ വീണ്ടും കസ്തൂരിയുടെ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ്. നയൻതാര സറോഗസി വഴി കുഞ്ഞുങ്ങളെ സ്വീകരിച്ചതിൽ നിയമലംഘനമുണ്ടെന്ന വാദവുമായി അന്ന് കസ്തൂരി രംഗത്ത് വന്നിരുന്നു. നയൻതാരയുടെ ആരാധകർ വിമർശനം ഉന്നയിച്ചെങ്കിലും കസ്തൂരി ഇത് കാര്യമാക്കിയില്ല. ഇപ്പോഴിതാ അന്ന് നിലപാടെടുത്തതിനെ കുറിച്ച് സംസാരിക്കുകയാണ് കസ്തൂരി. നയൻതാര സറോഗസി വഴി അമ്മയായതിനെ താൻ എതിർത്തിട്ടില്ല എന്നും കസ്തൂരി പറയുന്നു. സറോഗസിയുടെ നിയമപരമായ കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത്. നിയമപരമായാണ് നയൻസ് ചെയ്തതെങ്കിൽ താൻ ക്ഷമ ചോദിക്കുന്നു എന്നും കസ്തൂരി പറഞ്ഞു. യഥാർത്ഥത്തിൽ സറോഗസിയെ താൻ പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷേ ഗേ കപ്പിൾസിനോ മറ്റോ സറോഗസിയോ ദത്തെടുക്കലോ ഇത് നിയമപരമായി സാധിക്കില്ല. അത് ശരിയല്ല. സറോഗസി പ്രക്രിയ നിയമപരമാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കും. പക്ഷെ നിയമവിരുദ്ധമാണെങ്കിൽ നിയമത്തിനെതിരെ പോരാടുമെന്നും കസ്തൂരി വ്യക്തമാക്കി. അടുത്തിടെ നൽകിയ മറ്റൊരു അഭിമുഖത്തിൽ നയൻതാരയെ ലേഡി സൂപ്പർ സ്റ്റാറായി കാണുന്നില്ല എന്ന് കസ്തൂരി തുറന്നു പറഞ്ഞിട്ടുണ്ട്. വിജയശാന്തി, KP സുന്ദരംബാൾ എന്നിവർ ഈ പേരിന് അർഹരായിട്ടുള്ളവരെന്നും കസ്തൂരി അഭിപ്രായപ്പെട്ടു. ഇവരുടെ സിനിമകളുടെ കഥ നായികമാരെ ചുറ്റിപ്പറ്റിയായിരുന്നു. മായ എന്ന സിനിമയിൽ മാത്രമാണ് നയൻതാരയ്ക്ക് അത്തരത്തിലൊരു വേഷം ചെയ്യാൻ പറ്റിയത്. മറ്റു സിനിമകളൊന്നും നന്നായില്ല എന്നും കസ്തൂരി പറഞ്ഞു. നയൻതാര കസ്തൂരിയുടെ പരാമർശങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. എന്നാൽ നടി മാളവിക മോഹൻ ഒരു സിനിമയിലെ തന്റെ മേക്കപ്പിനെ വിമർശിച്ചതിനിടെ നയൻതാര പരോക്ഷമായി സംസാരിച്ചിട്ടുണ്ട്. സറോഗസിയെ കുറിച്ചോ കുഞ്ഞുങ്ങളെ കുറിച്ചോ നയൻതാര അഭിമുഖങ്ങളിലൊന്നും സംസാരിച്ചിട്ടില്ല. വിവാഹം കഴിഞ്ഞ് 5 മാസങ്ങൾക്കുള്ളിൽ തങ്ങൾക്ക് ഇരട്ട കുട്ടികൾ പിറന്നതെന്ന് നയൻതാരയും ഭർത്താവ് വിഘ്നേഷ് ശിവനും അറിയിച്ചപ്പോൾ പലർക്കും അമ്പരപ്പായി. പിന്നീടാണ് സറോഗസി വഴിയാണ് കുട്ടികൾ പിറന്നതെന്ന് വ്യക്തമായത്. ഉയിർ, ഉലകം എന്നിവരാണ് നയൻതാരയുടെയും വിഘ്നേഷിന്റെയും മക്കൾ.